ഓപ്പറേഷൻസ്. ശരി, ശ്രീ ഒ കെ ഫാറൂഖ് അതിനുള്ള മറുപടി. ആ 3 KSUക്കാരെയാണ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് ശ്രീ ബി ജയരാജ് വിശേഷിപ്പിക്കുന്നത്. ശ്രീ ഒ കെ ഫാറൂഖ്, ഈ ജയരാജൻ സത്യത്തില് ഈ നാഗ്പൂരിൽ നിന്നാണോ സംസാരിക്കുന്നത്? RSSന്റെ കാര്യാലയത്തിൽ നിന്നാണോ? എനിക്കൊരു സംശയമുണ്ട്. എന്തുവാ ഈ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് ഒരു സമരം നടത്തിയാൽ, ഒരു പ്രതിഷേധം നടത്തിയാൽ, ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവർ രാജ്യദ്രോഹികൾ. ശ്രീ ജയരാജ്, നിങ്ങളൊക്കെ RSSന്റെ നാമം ഞങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇന്ത്യ രാജ്യത്ത് ഈ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ധ്വംസനം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ നമ്മൾ ശബ്ദിച്ചാൽ നമ്മളെ എല്ലാവരും പറയും രാജ്യദ്രോഹികളാണ്. ഇപ്പോൾ CPM ഇടതുപക്ഷത്തിന്റെ ഈ മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ, CPMനെതിരെ, പിണറായിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ മുസ്ലിം തീവ്രവാദികൾ. ഇതാണ് ഞാൻ പറയുന്നത്. RSS ആരാ, CPM ആരാണെന്ന് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശമല്ല, രണ്ടും ഒരു വശമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ, അതൊക്കെ പിൻവലിക്കാൻ തയ്യാറാവണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. വളരെ മോശം. കേരള സമൂഹം കാണുന്നുണ്ട്. താങ്കൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ആളായിട്ട് വന്ന് ഇരുന്നിട്ട് ഇമ്മാരിത്തെ വർത്തമാനം പറയുന്നത്. ഡോക്ടർ ബി ജയരാജ് ആദ്യം പറഞ്ഞ കാര്യം, ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന്. അല്ല, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഞാൻ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തിനുള്ളതാണ്. ഒരു പ്രതിഷേധം നടത്തി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാര് ആ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ ഈ നെറികേടുകൾക്കെതിരെ ശബ്ദിച്ചതാണ്. മനസ്സിലായില്ലേ? അവിടെ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയണം. രണ്ടാമത്, ഇനി എന്താണ് ഇവിടെ സംഭവം നടന്നത്? യഥാർത്ഥത്തിൽ ശ്രീ മഞ്ജുഷേ, ഞാൻ ഇതിനൊരു സിനിമ പോലെയാണ് കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ പെടലിക്കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിന്റെ സംവിധായകൻ AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഇതിന്റെ തിരക്കഥ എന്ന് പറയുന്നത് നമ്മുടെ കിണറേഷ് ഉണ്ടല്ലോ, കിണറേഷ് ഫ്രം AKG സെൻട്രൽ നിന്നാണ് അദ്ദേഹം ഈ തിരക്കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ അഭിനേതാവ് ആരാന്ന് ചോദിച്ചാൽ വീണ ജോർജ്. കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി മുതൽ കേരളത്തിന്റെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പല നടന്മാരും നടിമാരും ഒക്കെ സങ്കടത്തോടു കൂടി മൂക്കിന് മുകളിൽ കൈവച്ചിട്ടിരിക്കുകയാണ്. അവരൊക്കെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഞങ്ങളെക്കാളും വലിയ അഭിനയത്തിന്റെ ആളുകളായി CPMലെ ഈ വീണ ജോർജും AN ഷംസീറും മുഖ്യമന്ത്രിയൊക്കെ മാറിയല്ലോ, ഞങ്ങളൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആവുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഇവിടെ നടന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രതിഷേധത്തിന്റെ അതിർവരമ്പ് എഴുതാം. ഒന്ന് പറഞ്ഞേ. പ്രതിഷേധിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള റൈറ്റ്സ്